ചേട്ടാ, കുറേ ദിവസമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബി ഗണേഷ് കുമാറിന്റെ വസതിയിൽ നിന്ന് അദ്ദേഹത്തിനെ ഭാര്യ പിടിച്ചതും അതുമായി ബന്ധപ്പെട്ട കുറേ അധികം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ പ്രണയങ്ങളെ പറ്റിയിട്ടൊക്കെ വാതോരാതെ സംസാരിച്ച മന്ത്രിയാണ്. പക്ഷേ വാക്കുകൾ പിഴച്ചുപോയോ? കേസുകൾ ഗണേഷ് കുമാറിനെതിരെ കേസ് വന്നിരിക്കുകയാണ്, പരാതി കിട്ടിയിരിക്കുകയാണ്. ആവശ്യമില്ലാതെ ഗാന്ധിജിയെ, നെഹ്റുവിനെയും മാധവിക്കുട്ടിയെയൊക്കെ തന്റെ സ്വഭാവമായി ഉപമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അടി കിട്ടും. എന്താണ് ഗണേഷ് കുമാറിനെതിരെ വന്ന കേസ് എന്ന് പറയുന്നത്? അതായത് ഗണേഷ് കുമാറിനെതിരെ വന്നിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഉപമയാണ്. അദ്ദേഹം ഉപമ കൊണ്ടുവച്ചിരിക്കുവാണ്. ഗാന്ധിജി അങ്ങനെയാണ്. ഗാന്ധിജി ഇപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനം എന്ന് പറഞ്ഞാൽ, പ്രണയം ഇല്ലാത്ത ആരെങ്കിലും ലോകത്തുണ്ടോ? എനിക്ക് 10,001 പ്രണയമുണ്ടെന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ പ്രണയിച്ചോ? ഇപ്പോൾ ഈ സ്ത്രീ വിഷയ കഥ പറഞ്ഞപ്പോഴത്തേക്ക് ഗാന്ധിജിയെ കുറിച്ചൊരു പരാമർശം പറഞ്ഞു. അതൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കുറേശ്ശൊക്കെ ഗാന്ധിജിയെ കുറിച്ചൊക്കെ. അങ്ങനെ ഈ അത് പറയുന്ന പോലെ എല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ആതിര പറ, നമുക്ക് അങ്ങനെ എല്ലാം കേൾക്കുന്നതെല്ലാം വിശ്വസിക്കണമെന്നുണ്ടോ? അതിലിപ്പോൾ ഗാന്ധിജിയെ പറഞ്ഞാൽ അത് ഒട്ടും തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാനൊരിക്കലും അത് വിശ്വസിച്ചിട്ടില്ല. ഇപ്പോ ഇതില് ഒരു വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രപിതാവിനെ അപമാനിച്ചു. അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ അത് എന്താണെന്ന് ഞാൻ വ്യക്തമാക്കാത്ത എന്തുകൊണ്ടെന്നറിയോ? അത് നമ്മൾ അപമാനിച്ചെന്ന് പറയും. അല്ല, ഇപ്പൊ ഇദ്ദേഹത്തിനെ പിടിച്ചൊരു രീതിയാണെങ്കിലും ഭാര്യയുടെ വാർത്താ മാധ്യമങ്ങളോട് സംസാരിച്ച രീതി കേൾക്കുമ്പോഴാണെങ്കിലും അതിനുശേഷം സ്വന്തമായി വന്ന് ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ തന്നെ പോലെയാണെന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മാത്രമായി അറിയുന്ന ഗാന്ധിജിയെ പറ്റിയും നെഹ്റുവിനെ പറ്റിയുമുള്ള കഥകൾ എന്താണെന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ആരും കേട്ടിട്ടില്ലല്ലോ അങ്ങനെ. ഒരു കാര്യം കൂടെ, നമ്മൾ ഇത്തരം മഹത് വ്യക്തിത്വങ്ങളുമായിട്ട് നമ്മളെ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഏത് ലോകത്താണ്? അല്ല ചേട്ടാ, നല്ല എന്തെങ്കിലും കാര്യം ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഏത് ലോകത്താണ്? ഗാന്ധിജി എവിടെ നിൽക്കുന്നു, ജവഹർലാൽ നെഹ്റു എവിടെ നിൽക്കുന്നു, ഗണേഷ് കുമാർ എവിടെ നിൽക്കുന്നു? അതെ, മന്ത്രി വസതിയില് ഇതേപോലെ സ്വന്തം താല്പര്യാർത്ഥം സ്ത്രീകളെ വിളിച്ച് കയറ്റുകയും അതേപോലെ അവരോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഭാര്യ വന്ന് പിടിക്കുന്ന സമയത്ത് അടുക്കള വാതിലിൽ കൂടെ ആ പെൺകുട്ടിയെ കാറിൽ കയറ്റി രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന, അതേപോലെ മന്ത്രി വസതിക്ക് മുൻപിൽ പോലീസിനെയും തന്റെ സെക്രട്ടറിമാരെയും തനിക്കകത്ത് വ്യഭിചാരം ചെയ്യാൻ കൂട്ടി നിർത്തുന്ന ആ ഒരു രീതി ചെയ്യുന്ന മന്ത്രി വന്ന് പറയുകയാണ് തന്റെ പ്രണയമാണ് ഇതൊക്കെ. ഗാന്ധിജിയും മാധവിക്കുട്ടിയും നെഹ്റുവും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവരൊക്കെ ചെയ്തതുപോലെ ഉള്ളൂ, നിങ്ങൾക്ക് ഇതിനെ പറ്റി മനസ്സിലാവാത്തത് കൊണ്ടാണ്. ആധികാരികമായി ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തരാം. അങ്ങനെ ആധികാരികമായി അദ്ദേഹം പറഞ്ഞു തന്നതിലെ ഉപമകളാണ് ഇവരൊക്കെ. ആ ഉപമ ചെയ്തത് അല്പം ഒന്ന് പാളിപ്പോയി. തനിക്ക് ഇങ്ങനെ തോന്നിവാസൻ പറഞ്ഞു വെക്കാനുള്ളതല്ല രാഷ്ട്രപിതാവും അതേപോലെ ഇത്തരം നേതാക്കളും അല്ലെങ്കിൽ കലാ സാംസ്കാരികപരമായിട്ടുള്ള ഇത്രയധികം പ്രതിഭകൾ എന്ന് പറയുന്നത് അവരെ ആരെയും ഭാര്യയോ ഭർത്താക്കന്മാരോ ഇങ്ങനെ പിടിച്ചിട്ടില്ല. അതാണ് സത്യാവസ്ഥ. അവരാരും ഫോട്ടോ എടുത്തിട്ടില്ല, അവരാരും മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്ന് തുറന്ന് പറഞ്ഞിട്ടില്ല തന്റെ ഭർത്താവോ ഭാര്യയോ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ നമ്മുടെ തന്നെ നാട്ടുകാരുടെ ജനങ്ങളുടെ പൈസ കൊണ്ട് ടാക്സ് കൊണ്ട് പൊക്കിയിട്ടുള്ള ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യുകയാണെന്ന് ഇതുവരെ ഇവരുടെ ആരുടെയും ഭാര്യയോ ഭർത്താവോ റിപ്പോർട്ട് ചെയ്തതായിട്ട് ചരിത്രങ്ങളിൽ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഇദ്ദേഹം ഇത്രയും മഹത്വചനങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വമായി കൂട്ടിച്ചേർത്ത് സംസാരിച്ചത് ഗാന്ധിജിയെ, ജവഹർലാൽ നെഹ്റുവിന്റെ. ഇപ്പോൾ അതിൽ പറഞ്ഞുപോയ വാക്കുകളിൽ നിന്ന് ഞാൻ തിരിച്ചൊന്ന് റീക്യാപ്പ് ചെയ്യാണ്. ഒരു ഭാര്യയും ഭർത്താവും, നമ്മുടെ വീടെന്ന് വെക്കുക, ഒരു ഭാര്യയും ഭർത്താവും അവരുടെ സ്വകാര്യത അവർ രമിക്കുന്ന കട്ടിലിൽ, അതെന്ന് പറഞ്ഞാൽ അവരുടെ മാത്രം ഒരു പ്ലേസ് ആണ്. അവിടേക്ക് മറ്റൊരാളെ കൊണ്ടുവരുന്നില്ല. സാങ്കത്യത്തെക്കുറിച്ച് ഗണേശൻ പറയാത്തെന്താ? അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അവര് ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ജീവിതത്തിൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഒരാൾക്ക് ഇല്ലാത്തത് മറ്റൊരാൾ കൊടുക്കുന്നു, ഒരാൾക്ക് കൂടുതലുള്ളത് മറ്റൊരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് ആണ് ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഇണചേരൽ എന്ന് പറയുന്നത്. ഈ ഇണചേരൽ എന്ന് പറയുമ്പോൾ അതിനൊരു ഇതുണ്ട്. സ്വന്തം ഭാര്യയുമായി രമിക്കുന്ന കട്ടിൽ മറ്റൊരാളെ കൊണ്ടുവന്ന് രമിക്കുക എന്ന് പറയുമ്പോൾ സാർ അത് പറയുമ്പോൾ സാർ അതുകൂടെ ഒന്ന് ഓർത്ത് പറയേണ്ടതായിരുന്നു എന്നാണ് ഗണേശനോട് പറയുന്നത്. ചിലപ്പോ ഈ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ തന്നെ ഈ ജീവചരിത്രങ്ങളിലാണെങ്കിലും ആത്മകഥകളിലൊക്കെ ആണെങ്കിലും ഒരുപാട് സന്ദർഭങ്ങളെ പറ്റിയിട്ടും ഒരുപാട് ജീവിത ദർശനങ്ങളെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. നെഹ്റു ആണെങ്കിലും മാധവിക്കുട്ടി ആണെങ്കിലും ഗാന്ധിജി ആണെങ്കിലും.
പക്ഷേ അത്തരത്തിൽ നമ്മളെ ഒരു കുറ്റം, ഞാനൊരു ജനപ്രതിനിധിയായിട്ടിരിക്കുന്നു, എന്നിട്ട് എന്നെ നിരന്തരം ഇത്തരം വാർത്തകൾ കേൾക്കുകയും ഭാര്യ കൈയോട് പൊക്കുകയും ചെയ്തിട്ട് പൊതുസമൂഹത്തിലേക്ക് ഭാര്യ തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, തന്നെ 2 വർഷമായി തടങ്കലിട്ടിരിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ ഇത്തരം പ്രവൃത്തികൾ അറിയാവുന്ന തന്നെ തന്റെ ഫോൺ വരെ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഒരു മന്ത്രി, ഇങ്ങനെയൊക്കെ പറഞ്ഞ്, അതേപോലെ ഇതിനു മുൻപ് ഭാര്യ ഡൊമസ്റ്റിക് വയലൻസിന് അറസ്റ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ പൊതുവെ നമ്മൾ പിടിച്ചിട്ടുള്ള പല സ്ത്രീകളുമായി ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ പറ്റി കേട്ടിട്ടുള്ള ഒരാൾ വന്ന് പറയുകയാണ്, ഈ ചരിത്ര പുരുഷന്മാരെ പോലെ തന്നെയാണ് ഞാൻ, അവർ ചെയ്തത് തെറ്റല്ലെങ്കിൽ ഞാൻ ചെയ്തത് തീരെ തെറ്റല്ല, അതിന്റെ രീതികൾ മനസ്സിലാകാത്തത് കൊണ്ടാണ്. പക്ഷേ ഗണേഷ് കുമാർ അങ്ങനെ പറയുമ്പോൾ വിചാരിച്ചു കാണില്ല ഇതിന്മേൽ ഒരു പരാതി കിട്ടുമെന്നോ, ഇതൊരു അപമാനിക്കലാണെന്നോ, അത്തരത്തിലുള്ളത് അദ്ദേഹം ചിന്തിച്ചു കാണില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊക്കെ തന്റെ പേഴ്സണൽ ജീവിതങ്ങളാണ്, പേഴ്സണൽ ജീവിതമാണ്, തന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരാൾക്കും അവകാശമില്ല. വ്യക്തിപരമായ ജീവിതം എന്ന് പറയുന്നത് ഈ 5000-ഓളം പ്രണയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ 5000 എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പത്തനാപുരത്തുള്ള ഒരു 500 സ്ത്രീകളെങ്കിലും ഉണ്ടാവുമല്ലോ. ഈ 5000 പേരെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രണയിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ സ്വന്തം മണ്ഡലത്തിലെ 500-ഓളം സ്ത്രീകളോട് ഇദ്ദേഹത്തിന് പ്രണയം ഉണ്ടാവാം, ഇദ്ദേഹത്തിന്റെ പ്രണയം അറിയാതെ പോയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് പത്തനാപുരത്ത് ഇദ്ദേഹം ഒരുക്കാൻ പോകുന്നത്? ഇദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ജാഥയൊക്കെ നടത്തിയതായി കേട്ടിട്ടുണ്ട് പത്തനാപുരത്ത്. നിങ്ങൾക്ക് നാണമില്ലേ? സ്വന്തം ഭാര്യ കിടപ്പറയിൽ നിന്ന് മറ്റൊരു സ്ത്രീയോടൊപ്പം പിടിച്ച കേസിനാണ് ഗണേഷ് കുമാറിനെതിരെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പത്തനാപുരത്ത് ഒരു ജാഥ നടത്തുക, ഇത്രയധികം മതപ്പതിച്ചു പോയോ പത്തനാപുരത്തെ ഈ പാർട്ടി അണികൾ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അത്രയധികം അടിമപ്പെട്ടു പോയോ? ഇത്തരം നിങ്ങളുടെ വീടുകളിലാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചത്, നിങ്ങളുടെ ആരെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിൽ സംഭവിച്ച് നിങ്ങളുടെ അമ്മയോ സഹോദരിയോ വന്ന് ഇങ്ങനെ പരാതിപ്പെടുകയാണെങ്കിൽ നിങ്ങളപ്പോ പറയൂ ഗണേഷ് കുമാർ അങ്ങനെ ഉണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ല എന്ന രീതിയിൽ ഇദ്ദേഹം ഗാന്ധിജിയെ, നെഹ്റുവിനെയും മാധവക്കുട്ടിയെ ഉപമിച്ച പോലെ നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ ഒരു പരാതിയുമായി നിങ്ങളുടെ അമ്മയോ പെങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗണേഷ് കുമാറിനെ വെച്ച് ഉപമിക്കുമോ എന്നാണ് ഈ ജാഥയ്ക്ക് പോയ ഇത്രയും ആൾക്കാരോട് ചോദിക്കാനുള്ളത്. ഇദ്ദേഹത്തിനെ സപ്പോർട്ട് പോയിട്ടുള്ള ജാഥയിലുള്ള ഓരോ ആൾക്കാരും ഇതൊന്നും ചിന്തിച്ചാൽ കൊള്ളാം. നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഇദ്ദേഹം ബന്ധമുണ്ടായിരുന്നത് എല്ലാ സെലിബ്രിറ്റികളൊന്നും അല്ല. ഇപ്പൊ ഈ പറയുന്ന ആ പെൺകുട്ടിയെ ആരാന്നുള്ള വ്യക്തിത്വം പുറത്തു വന്നിട്ടില്ല, എന്നാലും ഒരുപാട് ഊഹങ്ങൾ നടക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ ഒരു സ്ത്രീ എത്തിച്ചു കൊടുത്തതാണെന്ന് പറയുന്നുണ്ട്. അത്തരത്തിലൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതിനകത്ത് നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറ്റിയിരിക്കുന്നതെന്നറിയോ, നിങ്ങളൊരു മലയാളം ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ്, നിങ്ങൾ മലയാളം സാഹിത്യം പഠിച്ച ഒരാളാണ്. ഇതിൽ ഇദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇദ്ദേഹത്തിന് അല്പജ്ഞാനമാണ്. അതിൽ പറയും അദ്ദേഹത്തിന് അല്പജ്ഞാനമാണുള്ളത്. ഈ അല്പജ്ഞാനികളാണ് ഇത്തരത്തിൽ സംസാരിക്കുക. ഇതിനെക്കുറിച്ചൊരു ജ്ഞാനമുള്ള ആൾക്കാർ, നമ്മൾ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ട ഏതോ കഥകളുടെ ഒരു ഭാഗം അടർത്തിയെടുത്ത് സംസാരിക്കുക. മഹാത്മാഗാന്ധിയെ മഹാത്മാവെന്ന് ലോകം വാഴ്ത്തുന്ന ഒരു ആളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ആരോ പറഞ്ഞു കൊടുത്ത കഥയുടെ ഒരു ഭാഗം അടർത്തിയെടുത്ത് സംസാരിക്കുക. കമല സുരയ്യ എന്ന എഴുത്തുകാരി, അവരെ കുറിച്ച് പറയും ഇദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണുള്ളത്? കമല സുരയ്യയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അതിനോട് പറഞ്ഞു തരണ്ട. നീർമാതളം പൂത്തകാലം എഴുതിയ മാധവിക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരിയെ കുറിച്ച് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ ജീവിതത്തിന്റെ ഏടുകളിൽ ഒരു ശകലം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ഇത്തരത്തിൽ സംസാരിക്കുന്നതിനാണ് അല്പജ്ഞാനം എന്ന് പറയുന്നത്, അല്ലേ? ഇതാണ് അല്പജ്ഞാനം എന്ന് പറയുന്നത്. സാർ, താങ്കൾ ഒരു കാര്യത്തെക്കുറിച്ച് അവഗാഹമായി പഠിച്ചിട്ട് സംസാരിക്കണം സാർ. എന്തായാലും ഈ പ്രതിഭകളൊക്കെ ഗണേഷ് കുമാർ ഉപമിച്ച ഈ 3 പ്രതിഭകളും പുസ്തകങ്ങൾ എഴുതിയിട്ട് എനിക്ക് ശരിക്കും അതിശയമാണ് ചേട്ടാ. ഇവർ 3 പേരും പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ആൾക്കാരാണ്, അവരുടെ ജീവിത രേഖകളെ പറ്റി പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഗണേഷ് കുമാറും അങ്ങനെ ഒരു പുസ്തകം എഴുതണം, എന്റെ ജീവിത ദർശനം അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലെ കാമകേളികൾ, അങ്ങനെ എന്തെങ്കിലും ഒരു പുസ്തകം എഴുതുക. അല്ല, അങ്ങനെ ഒരു പുസ്തകം എഴുതുക, അതൊരു തുറന്ന എഴുത്തായിരിക്കണം. അങ്ങനെ എന്തായാലും 60-70 വയസ്സ് നിങ്ങൾ എഴുതുക. അന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇവരുടെ പുസ്തകങ്ങളും ഇവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് പരിശോധിച്ച് നോക്കാം എന്താണ് ആ ഒരു സാമ്യം എന്നുള്ളത്. ഇദ്ദേഹത്തിന് ഈ ഇത്രയധികം 10-50 വർഷങ്ങളുടെ ഒരു കണക്കുകളൊന്നും ഒരു 5 മിനിറ്റിലൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊരു പുസ്തകത്തിലൂടെ പൂർണ്ണമായി നമ്മളിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ താങ്കൾ ഉടൻ തന്നെ അല്ലെങ്കിൽ സമയമെടുത്ത്
ഒരു പുസ്തകം തയ്യാറാക്കുക. ആ പുസ്തകം നമുക്ക് വായിച്ച് പഠിക്കാം. അതൊരു ചരിത്രത്തിലെ മായാത്ത ഏടുകളായി മാറപ്പെടട്ടെ. ഇതിലൂടെ പത്തനാപുരത്തുകാർക്ക് അഭിമാനിക്കാം, നിങ്ങളുടെ മന്ത്രി, നിങ്ങളുടെ ജനപ്രതിനിധി ഇങ്ങനെയൊരു മഹത്തായ വ്യക്തിയാണെന്നുള്ളത്.